വല്ലാത്തൊരു സുഖമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ. കാരണം നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് ആയിരിക്കും ഇയാൾ ചെയ്യാന്ന് ഓരോ വട്ടവും നമുക്കത് തോന്നും. പക്ഷെ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞ് വർഷാക്ക് ആ പാട്ട് പാടി കഴിഞ്ഞ് അത് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഒരേ ആശ്വാസവും സന്തോഷവുമാണ്. അതൊരു സാറ്റിസ്ഫിക്കേഷൻ ലെവലാ വീഡിയോ കാണുമ്പോൾ. എപ്പോ മുതൽ ഇങ്ങനെ റാപ്പ് അവതരിപ്പിക്കാം? അതിന്റെ പിന്നിലൊരു കഥയുണ്ടല്ലോ, വീട്ടിൽ കറണ്ട് പോയ ദിവസം. അതൊന്നിട്ട് പറഞ്ഞു തുടങ്ങാം. വീട്ടില് കറണ്ട് പോയ ദിവസം ഈ വീട്ടിൽ തന്നെ കറണ്ട് പോയത്. ഞാൻ സാധാരണ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗെയിം കളിക്കില്ല എൻ്റെ മെയിൻ പരിപാടി. അപ്പം അതിന് വൈഫൈ ഉണ്ട്. കാരണം എനിക്ക് വേറെ ഡിവൈസിൽ നെറ്റ് ഒന്നും ഇല്ല. ഫോണിൽ ഞാൻ വൈഫൈ ഉള്ളത് കൊണ്ട് തന്നെ ഫോണിൽ കുറച്ച് നെറ്റേ ചെയ്യാറുള്ളൂ. മാസത്തിൽ 1 GB അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ, അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് കണക്ക് കറണ്ട് പോയപ്പോഴേക്കും ഫോൺ ചെക്ക് ചെയ്തപ്പോൾ 8 മണിക്കൂർ കറണ്ട് കെട്ടാന്നും പറഞ്ഞ് മെസ്സേജ് കിടക്കുന്ന കണ്ടത്. അപ്പം ഞാൻ മൊത്തത്തിൽ വണ്ടറായിപ്പോയി. ദൈവം ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് ആണെങ്കിൽ നെറ്റില്ല, ഗെയിം കളിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം മൊത്തത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരി ഐപാഡിൻ്റെ ചാർജ് കളയണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ച്. പിന്നെ ഉപയോഗിക്കാതെ വന്നപ്പോഴേക്കും ഒരു ബോറടിയൊക്കെ വന്ന്. ആരോ പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ബോറടിക്കാൻ നേരത്തെ നമ്മൾ ചിന്തിക്കും എന്നൊക്കെ പറയുന്നത്, അതേപോലെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമ്മൾ എൻ്റെ കയ്യിലെ ഫോണിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് റീൽസ് ചുമ്മാന്ന് അപ്പോൾ കണ്ടു പോയപ്പോഴേക്കും നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴിൻ്റെ പാട്ട് റാൻഡമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് പണ്ടോട്ടേ ആഗ്രഹമുണ്ട് എനിക്ക് ആ പാട്ട് ഒന്ന് പാടിയാൽ കൊള്ളാം, ചുമ്മാ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാടിയാൽ കൊള്ളാമെന്നുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ ഞാൻ ആലോചിച്ച് വെറുതെ ഇരിക്കുക, നെറ്റില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ ലിറിക്സ് എടുത്തിട്ട് അത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച്. അങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ഭയങ്കര പറ്റുന്നില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ. അപ്പം പറ്റാതെ വന്നപ്പോഴേക്കും ഞാൻ ആലോചിച്ച് നടക്കത്തില്ല. പിന്നെ പഠിക്കുന്നതിനിടയ്ക്ക് വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ നാക്ക് കൊടുക്കുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ ഇതൊരു വീഡിയോ ഒക്കെ എടുത്താൽ ചിലപ്പോൾ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ചോദിച്ച് ഇതണക്കേടാ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്ലാനുണ്ട്. പിന്നെ എൻ്റെ ഒരു തമിഴ് ഫ്രണ്ടുണ്ട്, ഗോമതി എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരോട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഒരു മലയാളിയല്ലേ, തമിഴിൽ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു ഓക്കെ അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം. അങ്ങനെ ഒരു മൈൻഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. ഹിപ്പ് ഹോപ്പ് തമിഴയുടെ പാട്ടാണ് ആദ്യം ഹിപ്പ് ഹോപ്പ് തമിഴ് തുടങ്ങിയുള്ള സിനിമയിലെ പാട്ട്. അതെ. അപ്പോൾ അതൊന്ന് പാടാവോ? എനിക്ക് ഉറപ്പില്ല അത് കിട്ടും, അറിയുന്നത് പോലെ മതി. എനിക്കറിയാം ഇപ്പൊ ഡിവൈസ് ഇല്ല, പാട്ടിന്റെ കൂടെയല്ല പാടുന്നതെന്ന് നമുക്കറിയാം. എന്നാലും ജസ്റ്റ് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം. വീണ്ടും ഒരു മുறை இங்க மீசையும் முறுக்க வந்திருக்க முடிஞ்சா தடுத்து நிறுத்தி என்ன தடுக்க நினைச்ச பண்ணிக்கு எடுத்து போனதுக்கு இது சாம்பிள் சம்பவம் மண்டபத்திரஞ்ச கொஞ்ச நாள் கொஞ்சம் கூலாக இருக்கிற கோபத்தை எத்தாது கோளாறு கொடுக்காது எரிமலை குழம்பு அந்த ரைஸுக்கு ஊத்தாது பொரியலை போல பொரிஞ்சு கரிஞ்சிட்டு பசரிஞ்சு எரிஞ்சிட்டு பிறகாட்டு பட்டிக்கிலிருந்து கிட்டி பிட்டிக்கல கிண்ணி பிட்டு மட்டிகள் கம்மனு இருந்தன சீந்தி பார்த்த போ சப கொல்லி கிண்ணிக்கே தோண்டி பார்த்த கிணி அனுபவிப்பேன் இந்த பொட்டியை பொங்கலை செதறடிப்பேன். ரெடியா 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 முடிஞ்சா வந்து புடிடா 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 புடிடா. താങ്ക് യു. ഈ ബ്രീത്ത് കൺട്രോൾ എങ്ങനെയാ? അത് സത്യം പറഞ്ഞാൽ അത് എനിക്കും അറിയത്തില്ല. എനിക്കതൊരു വലിയൊരു കാര്യമായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാരത് പറയാൻ നേരത്ത് അതൊരു വലിയ, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയ കാര്യമാണ്. അതെ, ഞാനത് കാഷ്വലായിട്ടാണ് അത് പാടുന്നത്. ശരിക്കും ഈ വർഷാക്കിന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ അറിയപ്പെടട്ടെ ഈ വർഷാക്ക്. അപ്പൊ ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ പാടുമായിരുന്നോ? കോളേജ് പഠിക്കുമ്പോഴേ പാടുമായിരുന്നോ? എങ്ങനെ ഈ ഇൻട്രസ്റ്റ് വന്ന? റാപ്പേഴ്സിനെ ഫോളോ ചെയ്യായിരുന്നോ? ഇല്ല, എനിക്കങ്ങനെ പാട്ടിനോടൊന്നും, ഞാൻ അങ്ങനെ പാട്ട് കേൾക്കുന്ന വളരെ കുറവാണ്. ഞാൻ പാട്ടിനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, ഉണ്ട്. നല്ല ഈ മെലഡി സോങ്സ് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ പാടാൻ ശ്രമിക്കും എന്നല്ലാണ്ട് ഫ്ലോപ്പാണ്, എന്നാലും പാടത്തൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ കൂടെ മൂഡ്, അത്രേ ഉള്ളൂ. മെലഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തട്ടത്തിമറയത്തിന്റെ കണക്കത്തെ ഓരോ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ സോങ്സ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് പാടാൻ ശ്രമിക്കുന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ പാട്ടിനോട് അങ്ങനെ മെലഡീസ് കേൾക്കുന്ന ആളാണല്ലേ റാപ്പ് പാടുന്നത്. അല്ല, പെട്ടെന്നൊരു ക്രൈസ് തോന്നിയോണ്ട് പാടിയെന്നേ ഉള്ളൂ. അല്ലാതെ റാപ്പ് ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ അങ്ങനെ പാടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് കണക്ക് ട്രൈ ചെയ്ത് ക്ലിക്കായി കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇങ്ങനെ ഓരോ ചാലഞ്ചും കൊണ്ടുവരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പാടിയ മിക്ക പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എനിക്കറിയത്തില്ല സത്യമായിട്ട്. ഞാൻ BTS ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അവരുടെ പാട്ടിനെ പറ്റിയോ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ചലഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാട്ടിൽ കയറി നോക്കിയപ്പോഴാണ് ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പാട്ട് ട്രൈ ചെയ്ത് പാടുകയായിരുന്നു.
ഈ അപ്പോൾ സ്കൂളിലോ കോളേജിലോ ഒന്നും സ്റ്റേജിലൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല? ഇല്ലേ, അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പണ്ട് ചിക്കൂസ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ ഇവിടെ ഒരു വെക്കേഷൻ ക്ലാസ് ആണ് അത് ഈ ജസ്റ്റ് ചുമ്മാ ഡാൻസ്, പാട്ട്, പടം വര, അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ പാട്ടൊന്നും എനിക്ക് അങ്ങനെ ഇതില്ല അവിടെ. ഇതുവരെ അങ്ങനെ പാടിയിട്ടില്ല. ഈ തൊട്ടിലാണ് പാടാൻ തുടങ്ങുന്നത്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. പക്ഷെ ബ്രോ പാടുന്ന എല്ലാ റാപ്പ് വീഡിയോസിനും അടിയിലും അതിന്റെ ഒറിജിനൽ റാപ്പേഴ്സ് വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്. ഗംഭീരമാണെന്ന് പറയാറുണ്ട്. ഹിപ്പ് ഹോപ്പ് നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാപ്സി കമന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും വന്ന് അവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. ഈ വാങ്കമക എന്നുള്ള റാപ്പില്ലേ, അത് വന്നപ്പോ തൊട്ടാണോ ഈ വല്ലാത്തൊരു അറ്റൻഷൻ വരിക? അത് പാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? വേങ്കാമൻ പാടി സത്യം പറഞ്ഞ അത് ക്ലിക്കാവുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇട്ടതല്ല അത്. പക്ഷേ ഒരു ആദ്യത്തെ 2 ദിവസം പതുക്കെ നോർമലായിട്ട് ബാക്കിയുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കയറുന്നുണ്ട്. ഒരു 100K ഒക്കെ എത്തിയിട്ടില്ല, ഒരു 50K 30K അങ്ങനെയാണ് ഒരു 2 ദിവസം നിന്നത്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പിന്നെ കുറച്ച് ചെറുതായിട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഇതേ കണക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ചറപറ ഈ എന്തുവാ ഹിപ്പ് ഹോപ്പ് തമ്മിൽ ടാഗ് ചെയ്യുകയും പിന്നെ വീഡിയോ കണ്ടവരും ഒക്കെ വന്ന് ടാഗ് ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഗോമതി എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അനിയത്തിയുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു ഇതേ കണക്ക് ഹിപ്പ് ഹോപ്പ് തമിഴനെയും ഇതേ കണക്ക് ജീവ എന്ന് പറയുന്ന പുള്ളിയുടെ കൂട്ടുകാരനെയും കൂടെ മെൻഷൻ ചെയ്തൊരു സ്റ്റോറി ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. ഇത് കാണണമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലോ ഞാൻ. പിന്നെ ഓക്കെ അവരുടെ ആ ഒരു സന്തോഷം ഞാൻ ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ജീവ എന്ന് പറയുന്ന ആൾ കണ്ടു. അദ്ദേഹം അതെടുത്ത് സ്റ്റോറി ഇടുകയും ചെയ്തു. പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടെൻ്റെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കമൻറ്റ് വരികയും ചെയ്തു. ഹിപ്പ് ഹോപ്പ് തമിഴ് സാറിൻ്റെ കയ്യിൽ നിന്ന് കമൻറ്റ് വരികയും ചെയ്തു. പിന്നെ ആ വീഡിയോ ഒരു പോക്ക് അങ്ങോട്ട് പോയ ഒരു 7 മില്യൺ 7 മില്യൺ എങ്ങാണ്ട് വ്യൂസ് അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു കയറിയത്. 1 മില്യൺ ലൈക്സും ഉണ്ട് അതിന്. അങ്ങനെയാണ് ആ വീഡിയോ, അങ്ങനെയാണ് അത് സത്യം പറഞ്ഞ പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വർഷമൊക്കെ എന്താ പഠിച്ചത്? എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ പഠിച്ചത് ഞാൻ ഡിപ്ലോമ എല്ലാം കഴിഞ്ഞത് എൻ്റെ തമിഴ്നാട്ടിലായിരുന്നു. 3 വർഷം അവിടെ ആയിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് തമിഴ് അറിയാം, ചെറുതായിട്ട് അറിയാം. അല്ലാതെ വലുതായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ 2 അനിയന്മാർ, എൻ്റെ അമ്മ, ഇത്രേ ഉള്ളൂ. അച്ഛൻ മരിച്ചു പോയതാണ്. ഓക്കെ ഓക്കെ. അപ്പം ഈ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു വർക്കിലുണ്ടായിരുന്നു. ആ വർക്കിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ 2020 തൊട്ടേ ഞാൻ ട്രൈ ചെയ്യുന്നൊരു സംഭവമായിരുന്നു സത്യം. 2020 തൊട്ടേ ജോലി അവസാനിപ്പിച്ച് ട്രൈ ചെയ്തോണ്ട്? അല്ലല്ല, അത് ഞാൻ 2020 തൊട്ടേ ട്രൈ ചെയ്യുന്നതാണ്. അപ്പം അതിന് എന്തൊക്കെ ടൈപ്പ് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പബ്ജി റിലേറ്റഡ് കണ്ടന്റ് ആയിരുന്നു. അപ്പോൾ അതിനോട് എനിക്ക് പബ്ജി കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കരിയർ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കാണുന്നവരൊക്കെ വീഡിയോ നല്ലതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ട് അതിനകത്ത് തന്നെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആരും യൂസ് ചെയ്യാത്ത വെപ്പൺ കൊണ്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാണുന്നവരൊക്കെ എക്സൈറ്റഡും ആണ്, പക്ഷെ റീച്ച് കിട്ടുന്നില്ല. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൊരു കുഴപ്പം. അപ്പൊ അതിന്റെ പേരിൽ എൻ്റെ ഒരു 2 വർഷം പോയി. 2 വർഷം ട്രൈ ചെയ്തു? അതെ, 2 വർഷം പോയി അതിന്റെ പേരിൽ. വീട്ടിൽ തന്നെയായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഈ ഐപാഡ് ഞാൻ എടുത്തത്. അതിനു വേണ്ടി ഒരു 7 മാസത്തോളം ഞാൻ ഒരു കടയിൽ പോയി ഇത്തിരി കട്ടിപ്പണിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഡിവൈസ് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനം. കടയിലെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വെൽഡിങ് ചെയ്യാൻ നേരത്ത് കുറെ ഒരു പൈപ്പും അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ചുമന്ന് വണ്ടിയിൽ വെച്ചു കൊടുക്കുക, പിന്നെ ആ കടയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, അതൊക്കെയായിരുന്നു പണി. രാത്രിയൊക്കെ ആയി ഇവിടെ വരാൻ നേരത്ത് മിക്ക ദിവസവും തലവേദനയായി. കാരണം എനിക്ക് അധികം വെയിറ്റ് വെക്കാൻ എനിക്ക് തലവേദന എടുക്കും. എന്താണെന്ന് അറിയത്തില്ല, അധികം വെയിറ്റ് എനിക്ക് തലയ്ക്കൊരു സ്ട്രെസ് വരുമ്പം എനിക്ക് ഇവിടെ ആയിട്ടൊരു തലവേദന വരും. അപ്പം അതെല്ലാം 7 മാസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടുത്തെ ഓണർ ഇത്തിരി തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അതും നല്ല രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി വന്നത്. കാരണം അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഡിവൈസ് എടുത്തത്. ഞാൻ 2020 തൊട്ടുള്ള എഡിറ്റിങ്ങും ഈ വീഡിയോ ഷൂട്ടിങ് എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പൊ അത് പിന്നെ രാവിലെ ഈ സാധനം ഓണായി കഴിഞ്ഞാൽ രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്താണ് ഇത് ഓഫ് ആകുന്നത്. അപ്പൊ അത്ര യൂസ് ഉണ്ട് അതിന്. പിന്നെ പതുക്കെ ഇതിന്റെ പെർഫോമൻസ് കുറഞ്ഞ് വന്നപ്പോഴേ ഇതിന്റെ ചില ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അധികം നാൾ കാണത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇന്നപ്പോഴാണ് ഈ പാട്ടിന്റെ ഇത് ഐഡിയ തോന്നി. ഇത് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 100K ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതടിച്ചു.